കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ജീവാമൃതം അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ കാത്തിരിക്കാനായിട്ട് നമ്മളോട് പറയുകയാണ് ഈ വചനത്തിൽ. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഫാസ്റ്റ് ഫുഡ് യുഗത്തിലാണ്. നമുക്കൊന്നിനും കാത്തിരിക്കാൻ സമയമില്ല. നമ്മൾക്ക് ക്ഷമയില്ല. നമ്മൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാനുള്ള ക്ഷമ നമുക്കില്ല. അല്ലെങ്കിൽ ഭൗതികമായ എന്ത് കാര്യം തന്നെയായാലും നമ്മൾക്ക് വേഗം കാര്യങ്ങൾ നടക്കണം. എവിടെയെങ്കിലും ചെന്ന് ഒരു വലിയ ക്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരാകും. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിലും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കണം. കർത്താവിനോട് നമ്മൾ ഇന്നൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നമുക്കൊരു ഉത്തരം കിട്ടണം. അത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരാഗ്രഹമാണ്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ചിന്താഗതി. അതിന് വ്യത്യാസമുണ്ട്. നമ്മളുടെ ഭാവി കണ്ടിട്ടാണ് നമ്മളുടെ ഇന്നുകളെ ദൈവം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും കാത്തിരിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട്. ഇന്ന് ഒരുമിച്ച് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് ഒരു വിശുദ്ധനാകാൻ, അഭിഷേകം സ്വീകരിക്കുവാൻ, നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങളും, അത് ജോലിയുടെ മേഖലയാകാം, ഒരു കുഞ്ഞുണ്ടാകാനുള്ള ആഗ്രഹത്തിൻ്റെ മേഖലയാകാം, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ഒരു മോചനത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാകാം. എന്തു തന്നെയായാലും ആ മേഖലകളിലെല്ലാം ഒരു കാത്തിരിപ്പിൻ്റെ, ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം
നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നത് വരെ കാത്തിരിക്കുക. ആത്മീയ ജീവിതത്തിലെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെയുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ് പ്രത്യാശയുടേതാക്കി മാറുന്നത്. കർത്താവില്ലാതെയുള്ള കാത്തിരിപ്പെല്ലാം നിരാശയായിട്ട് മാറും. അപ്പോൾ ഞാൻ കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം കാത്തിരിക്കുമ്പോൾ മാത്രമേ അത് പ്രത്യാശയായിട്ട് മാറുള്ളൂ. ആ കാത്തിരിപ്പിൻ്റെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ചയിൽ നിന്ന് ഉയർപ്പിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് ദൈവത്തിന് മാത്രം അറിയുന്നൊരു കാലമാണ്. എൻ്റെ ജീവിതത്തിലെ ദുഃഖ വെള്ളിയാഴ്ചകളാകുന്ന രോഗങ്ങളും തകർച്ചകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് പ്രത്യാശയിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നത് എങ്ങനെയാ? യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചില്ലേ? യേശുവിൻ്റെ കുരിശുമരണത്തിലെ അവസാന പ്രാർത്ഥന എന്തായിരുന്നു? ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വചനം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമർപ്പണമാണ് ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് യേശുവിനെ ഉയർത്തിയത്. നമുക്കിന്ന് പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താ? ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു രോഗം വന്നു കഴിയുമ്പോൾ, ഒരു തകർച്ച വന്നു കഴിയുമ്പോൾ നമ്മൾ ആ രോഗത്തിലേക്കും തകർച്ചയിലേക്കും നോക്കിയിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴാണ് ഹൃദയം നിരാശയായി മാറുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രശ്നത്തെ, ഈ രോഗത്തെ സൗഖ്യപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആ പ്രശ്നം ഒന്നുമല്ലാതായി തീരും. കാരണം യേശു അത് ഏറ്റെടുക്കും. അപ്പോൾ സമർപ്പണത്തിൻ്റെ മനോഭാവമാണ് കാത്തിരിപ്പിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ആൻഡോ ബ്രദർ പറയുന്നത് കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിലുള്ളൊരു വലിയ വെല്ലുവിളിയാണ് ഇത്. കാത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് സമയമില്ല. നമ്മൾ ഒരുപക്ഷെ പാപത്തിൻ്റെ ജീവിതത്തിലേക്ക് ജീവിച്ചു, ആ സമയത്തൊരു ധ്യാനത്തിന് പോയി, വലിയ ഒരു മനസ്സാന്തരം നമ്മൾക്ക് സംബന്ധിച്ചു, നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ തീരുമാനമെടുത്തു. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, എനിക്ക് ഇന്നു മുതൽ ഒരു വിശുദ്ധനായിട്ട് മാറണം. വിശുദ്ധ ബെർണാഡ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ ബെർണാഡ് പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് വിശുദ്ധനാവുക അസാധ്യമാണ്. അതിന് ഒരു സമർപ്പണത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ആവശ്യകതയുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന രസകരമായൊരു സംഭവം. ഞാനിങ്ങനെ എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനത്തിന് പോയിട്ട് ഇതുപോലെ ഞാൻ വലിയ ഒരു ആവേശത്തോടു കൂടി, വലിയ മാനസാന്തരം, കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം എന്ന ചിന്തയോടുകൂടിയൊക്കെ തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഞാൻ ഇന്നു മുതൽ ഒരു വിശുദ്ധനാണ് എന്ന് അന്ന് അങ്ങനെ പറയുകയാണ്. അന്ന് ചെറിയ പ്രായം, അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. അത് കേട്ടു, ചിരിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, ആൻസ, നീ ഇപ്പോൾ കോളേജിൽ നിന്ന് ഫ്രഷായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ? അതെ. നിന്നെ നാളെ ഒരു വലിയ കമ്പനിയുടെ MD ആയിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരു കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ ഒരു MD ആക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ 3 മാസത്തിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകും, അല്ലെങ്കിൽ ആ കമ്പനി ഒരു കുത്തുവാള എടുക്കും. അപ്പം അമ്മച്ചി ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഭൗതിക ജീവിതത്തിൽ ഇതാണെങ്കിൽ ആത്മീയ ജീവിതത്തിലും ഇത് തന്നെയാണ്. നീ ആത്മീയ ജീവിതത്തിലെ പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നു. ഇനിയും കർത്താവിന് നിന്നെ ഒത്തിരി ഒരുക്കാനുണ്ട്. ഭൗതിക ജീവിതത്തിൽ ജോലിക്കും ഇതിനെല്ലാമായിട്ട് നിനക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ, ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം പടിപടിയായിട്ട് ആത്മീയ ജീവിതത്തിലും നിന്നെ ഉയർത്തും. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് അമ്മച്ചി പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിലെ ഒത്തിരി എന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. യേശു ക്രിസ്തു നമ്മളെ കാത്തിരിപ്പിൻ്റെ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
പക്ഷെ ലൂക്കയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 42-ാം വചനം, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ശരിക്കും പറഞ്ഞാൽ പ്രത്യാശയോടെ കാത്തിരിപ്പിൻ്റെ ഒരു പ്രാർത്ഥന ഇത്. ഞാൻ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ എൻ്റെ മനസ്സ് അങ്ങനെ ഉത്ബോധിപ്പിക്കുക. ശരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ജോലിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അനുഭവമാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം എന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എനിക്ക് ജോലി തന്ന് എന്നെ പരിപാലിച്ചുകൊണ്ട് പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഖത്തറിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ഒരു വാക്കൻസി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്ന്. ഇവിടത്തേക്കാളും അല്പം ശമ്പളം കൂടുതലുണ്ട്. എല്ലാം അന്വേഷിച്ചപ്പോൾ നല്ലൊരു ജോലിയാണ് എനിക്ക് തോന്നി. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് മറുപടി വന്നു, എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോവുക. അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് ജപമാല ചൊല്ലി കരണക്കൊന്ത ചൊല്ലി ശരിക്കും ഒരുങ്ങി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോയോടും പറയാറുണ്ട്, ഈശോയെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ജോലി തന്നാൽ മതി. കാരണം എനിക്കിവിടെ ജോലി നല്ല കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് ദുബായിൽ. പക്ഷെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഖത്തറിലെ ജോലിയിൽ ഒന്ന് പ്രവേശിപ്പിക്കണം. ഞാൻ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറ്. എല്ലാം ഈശോ ഇഷ്ടത്തിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഒത്തിരി ആൾക്കാർ വന്നിരുന്നു ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഞങ്ങളെല്ലാവരും ബയോഡാറ്റ അവർ വാങ്ങിച്ചു വെച്ചു അകത്ത്. അതിനുശേഷം ഒരാൾ പുറത്തേക്ക് വന്ന് 15 വരെ ബയോഡാറ്റ എടുത്ത് ഓരോരുത്തരെ വിളിച്ചു. ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോൾ എന്നെ വിളിക്കും. 10 എണ്ണം കഴിഞ്ഞു, ആകെ 15 വാക്കൻസി ഉള്ളൂ. 12 എണ്ണം കഴിഞ്ഞു, അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇപ്പോൾ എന്നെ വിളിക്കും. 15 എണ്ണം വിളിച്ചു, ഞാൻ ഔട്ടായി. മാനുഷികമായിട്ട് എനിക്കൊരു ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടായെങ്കിലും എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു, ഇത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പല മറ്റു മക്കളും നിരാശയോടെ ആയിപ്പോയും, എത്ര പ്രാർത്ഥിച്ച് വന്നിരുന്നു, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, നല്ല ജോലി ആയിരുന്നല്ലോ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, ഈശോ അത് നല്ലൊരു പദ്ധതിക്കായിട്ട് മാറ്റും. ജെറമിയ 29:11 പറയുന്ന പോലെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ആ ഒരു വചനം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. അപ്രതീക്ഷിതമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ എനിക്ക് ഖത്തറിൽ തരാമെന്ന് പറഞ്ഞ അതേ ശമ്പളം എനിക്കിവിടെ കൂട്ടി കിട്ടി. അതുമാത്രമല്ല, 6 മാസങ്ങൾക്ക് ശേഷം ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ യൂക്രിസ്റ്റ് മിനിസ്ട്രി ആയിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സറാഫിനച്ചൻ എന്നെ വിളിച്ചു. ആ വിളി ഏറ്റവും വലിയ വിളിയായിട്ട് ഞാൻ കരുതുക. ആത്മാവിന് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിളിയാണ് യൂക്രിസ്റ്റ് മിനിസ്ട്രി. ലേ മിനിസ്റ്ററായിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചു. അതുമാത്രമല്ല, ആ ദിവസങ്ങളിൽ തന്നെ എന്നെ സത്വ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിട്ടും ദൈവം തിരഞ്ഞെടുത്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനന്ന് ഖത്തറിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഇതെല്ലാം ദൈവത്തിന് തരാൻ പറ്റുമോ? ശരിക്കും നമ്മുടെ കാത്തിരിപ്പ് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്നുള്ള വലിയൊരു കൃപ ദൈവം എനിക്ക് തന്നു. ബ്രദർ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ കാത്തിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യത മൂലം വിഷമിക്കുന്ന, കടബാധയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകരെ നമ്മൾ നമ്മുടെ ചുറ്റുപാട് കാണാറുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥന സഹായമായിട്ടെല്ലാം നമ്മുടെ അടുത്ത് വരാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 1996-97 കാലഘട്ടങ്ങളിലെല്ലാം കടബാധ്യത മൂലം, സാമ്പത്തികമായ ഞെരുക്കം മൂലം ജനിച്ച നാട് വിട്ട്, ജനിച്ച വീട് വിട്ട് രാത്രി ഓടിപ്പോകേണ്ടി വന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഞാനും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് സമർപ്പിച്ച് ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം ഞങ്ങളെ പുനഃസ്ഥാപിച്ചു. പക്ഷെ 13 വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ്
അവിടെ ഉണ്ടായിരുന്നു. സമർപ്പണം അവിടെ ഉണ്ടായിരുന്നു. 96-97 കാലഘട്ടങ്ങളിൽ തകർച്ച വന്നു. പ്രാർത്ഥിച്ചു. 1 മാസം കൊണ്ട് ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ഒരത്ഭുതവും ചെയ്തില്ല. പക്ഷേ 13 വർഷങ്ങൾ ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. 130-ാം സങ്കീർത്തനം 5, 6, 7 വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് നമുക്കും കാത്തിരിക്കണം. ഇന്ന് നമ്മളിൽ പലരും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ദമ്പതികളിലേക്ക് ഈ നിമിഷങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച്. ധനികനും ദൈവഭക്തനുമായിരുന്ന യോവാക്യമും അന്നായും ഒത്തിരി വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് അവർ കുഞ്ഞുങ്ങൾ ലഭിച്ചില്ല. എങ്കിലും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും ഒത്തിരി പ്രാർത്ഥിച്ചു. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് യോവാക്യം ഒരു തീരുമാനമെടുക്കുക. മരുഭൂമിയിൽ പോയി 40 രാവും പകലും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് വരെ ഞാനിവിടെ പ്രാർത്ഥിച്ചിരിക്കും. ജലപാനീയമെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മാത്രമായിരുന്നു യോയാക്കീം. അതോടൊപ്പം തന്നെ വൃദ്ധയായ അന്ന വിവാഹ വസ്ത്രം അണിഞ്ഞ് ഉദ്യാനത്തിൽ ചെന്ന് ഒരു ചെടിയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചു. സാറായുടെ ഉദരത്തെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെയും അനുഗ്രഹിച്ചുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അന്നായും കർത്താവിൻ്റെ മുമ്പിൽ വാശി പിടിച്ചെന്നെ പ്രാർത്ഥിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. ഈ 2 പേരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാ. മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അന്നയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിനക്കൊരു കുഞ്ഞിനെ തരാൻ ദൈവം ഇതാ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ സമയത്ത് അന്ന ദൈവത്തിനോട് പറയുകയാണ്, എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും ഞാൻ അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിന് നല്ലൊരു പെൺകുഞ്ഞിനെ കൊടുത്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. ആ പെൺകുഞ്ഞിനെ അവർ മറിയമെന്ന് പേരിട്ടു. സഹോദര സഹോദരി, നമ്മുടെ കാത്തിരിപ്പ്, യോവാക്കിൻ്റെയും അന്നയുടെയും കാത്തിരിപ്പ് നോക്കി. രക്ഷകന്റെ അമ്മയാക്കി മാറ്റിയില്ലേ പരിശുദ്ധ മറിയത്തെ? വിശുദ്ധന്മാരുടെ രാജ്ഞിയാക്കി മാറ്റിയില്ലേ പരിശുദ്ധ മറിയത്തെ? നമുക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. വിശുദ്ധ ബൈബിളിൽ നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നെ ഞാൻ ഒരു വലിയ ജനതകളുടെ പിതാവാക്കും എന്ന് പറഞ്ഞ് ദൈവം അബ്രാഹാമിനെ വിളിക്കുമ്പോൾ അബ്രാഹാമിന് വയസ്സന്ന് 75. വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് അബ്രാഹാമിന് ദൈവം ഇസഹാക്കിന് ആദ്യത്തെ സന്താനത്തെ കൊടുക്കുന്ന സമയത്ത് അബ്രാഹാമിന് വയസ്സ് 99. നീണ്ട 24 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം അബ്രാഹാമിനെ അബ്രാഹമാക്കി മാറ്റുന്ന രീതിയിൽ ഇസഹാക്കിനെ ആദ്യമായിട്ട് അബ്രാഹാമിൻ്റെ കയ്യിലേക്ക് ദൈവം കൊടുക്കുന്നത്. നമ്മൾക്ക് പിന്നീട് കാണാനും സാധിക്കും. അബ്രാഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇസഹാക്ക്
തൻ്റെ 40-ാമത്തെ വയസ്സിൽ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. വന്ധ്യയായ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ഇസഹാക്കിന് 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി. നമ്മളിത് വായിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഇസഹാക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകി. മനോഹരമായിരിക്കുന്നു. പക്ഷേ ആ പാരഗ്രാഫ് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ അവസാനം ഒരു വചനം എഴുതിയിട്ടുണ്ട്. ഇസഹാക്കിന് മക്കളുണ്ടായത് അവൻ്റെ 60-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് വിവാഹം കഴിഞ്ഞിട്ട് നീണ്ട 20 വർഷക്കാലം ഇസഹാക്ക് വന്ധ്യയായ തൻ്റെ ഭാര്യ റെബേക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 കുഞ്ഞുങ്ങളെ ദൈവം അവന് നൽകി. അതുപോലെ 1 സാമൂലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സാമൂൽ പ്രവാചകൻ്റെ മാതാപിതാക്കളായ എൽക്കാനയുടെയും ഹന്നയുടെയും കാത്തിരിപ്പും പ്രാർത്ഥനയും നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ സക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും കാത്തിരിപ്പും പ്രാർത്ഥനയും നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരെ, കാത്തിരുന്ന് കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരുന്ന് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കാത്തിരുന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ബ്രദർ പറഞ്ഞതുപോലെ പരിശുദ്ധ മാതാവ്, അബ്രാഹത്തിനും സാറായ്ക്കും ജനിച്ച ഇസഹാക്ക്, ഇസഹാക്കിനും റെബേക്കായ്ക്കും ജനിച്ച യാക്കോബ്, അതുപോലെ സാമൂൽ പ്രവാചകൻ, ഫ്നാബ യോഹന്നാൻ, എല്ലാവരും ദൈവത്തിൽ നിന്ന് വലിയ അഭിഷേകം സ്വീകരിച്ചവരായിരുന്നു. നമുക്കും കാത്തിരുന്ന് ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 31:24 കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദൈവത്തിൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. പക്ഷേ പല കാത്തിരിപ്പുകളും നമ്മുടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പലരും പ്രാർത്ഥിച്ച കാര്യം എത്രയും പെട്ടെന്ന് നേടണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത്. അത്യാർത്ഥി പോലെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഇന്ന സമയത്തിനകത്ത് എനിക്ക് നേടിക്കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും നമ്മൾ നിരാശയിലേക്ക് നയിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റത്. പിതാവായ ദൈവത്തിന് വേണമെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഉയർപ്പിക്കായിരുന്നല്ലോ. ദൈവത്തിനൊരു സമയമുണ്ട്. ലാസർ മരിച്ചില്ലേ? 4-ാം ദിവസം യേശു ക്രിസ്തു പോയി ഉയർപ്പിച്ചത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, യേശുവിന് തൊട്ടടുത്ത ദിവസം തന്നെ പോയി ഉയർപ്പിക്കാമായിരുന്നല്ലോ. ദൈവത്തിനും അവിടെ ഒരു സമയമുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം പ്രാർത്ഥിച്ചു കാത്തിരുന്നവളെ, സമൂഹം വെറുത്തവള്, ഒറ്റപ്പെടുത്തിയവള്, പക്ഷേ യേശു ക്രിസ്തുവിലെ പ്രത്യാശ വെച്ച് യേശുവിനെ കാത്തിരുന്ന് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ആ സുദിനം അവളിലേക്ക് വന്നു. 12 വർഷം അവൾ കാത്തിരുന്നേ. എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി. തളർവാദ രോഗി 38 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്നില്ലേ? സഹോദരങ്ങളെ, നമുക്കും കാത്തിരിക്കാം പ്രത്യാശയോടെ. കർത്താവിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചില്ലേ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ഇടയനും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും കർത്താവാകുമ്പോൾ എൻ്റെ കുറവുകളെല്ലാം അവർ നിറവിൻ്റെ അഭിഷേകത്തിലേക്ക് മാറ്റും. അങ്ങനെ എല്ലാ കാത്തിരിപ്പും ദൈവത്തിൻ്റെ കാത്തിരിപ്പിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമം